നമസ്കാരം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസ്റ്റ് ബിയെ പറ്റിയാണ്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ മസ്റ്റ് ബി. അപ്പോൾ മസ്റ്റ് ബിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് മസ്റ്റ് ആരാണെന്നൊന്ന് പറയാം. മസ്റ്റ് എന്ന് പറയുന്നത് ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്ന പേര് കേട്ട് ആരും പേടിക്കില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് മറ്റ് സെൻറ്റൻസുകളിൽ പോയിട്ട് അവിടുത്തെ വെർബുകൾ, അവിടെ ഒരു വെർബ് കാണുമല്ലോ, ക്രിയ, ആ വെർബുകളെ സഹായിക്കുകയാണ് ഈ മോഡൽ ഓക്സിലറി വെർബുകൾ ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ അത് വെറും സഹായിക്കലല്ല, പല രീതിയിലുള്ള ആശയങ്ങളാണ് കൊടുക്കുന്നത്. അതുതന്നെയാണ് ഈ ഓക്സിലറി വെർബുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് സെൻറ്റൻസുകൾക്ക് പല രീതിയിലുള്ള ആശയങ്ങൾ കൊടുക്കുക, ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൊടുക്കുക, അതേപോലെ ചില സമയത്ത് ഏത് ടെൻസുകളിൽ വരെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ വാക്കുകളാണ്. ഈ വാക്കുകൾ നമ്മൾ ഗ്രാമാറ്റിക്കലി വിളിക്കുന്ന ഒരു പേരാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ആ ഓക്സിലറി വെർബ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറി വെർബും ഒന്ന് മോഡൽ ഓക്സിലറി വെർബും. ഈ മോഡൽ ഓക്സിലറി വെർബുകളുടെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് ഈ മസ്റ്റ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. അതേപോലെ തന്നെ മസ്റ്റ് പല രീതിയിലാണ് ആശയം സെൻറ്റൻസുകൾ കൊടുക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഓക്സിലറി വെർബ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. പല രീതിയിലുള്ള ആശയങ്ങൾ, അത് സന്ദർഭത്തിനനുസരിച്ച് മാറും. നമ്മളെപ്പോൾ സംസാരിക്കുന്നു എന്ന ആ രീതിക്കനുസരിച്ച് മാറും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന രീതിക്കനുസരിച്ച് മാറും. അതേപോലെ തന്നെ ആ സെൻറ്റൻസിലെ വെർബുകളുടെ അനുസരിച്ച് മസ്റ്റിൻ്റെ ആശയം മാറും. അതിനെ ഒരു ഹെൽപ്പിംഗ് വെർബ് എന്നുകൂടിയാണ് പറയുന്നത്. മറ്റ് സെൻറ്റൻസിലെ വെർബുകളെയാണ് അത് സഹായിക്കുന്നത്. സോ ഇത്ര ഐഡിയകൾ നിങ്ങളുടെ മനസ്സിൽ വേണം. എന്നാൽ മാത്രമേ മസ്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോൾ മസ്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മസ്റ്റ് ബിയുമായിട്ട് ചേർന്നാണ് മസ്റ്റ് ബി ഉണ്ടായിരിക്കുന്നത്. സോ ഇങ്ങനെ ചേരുന്നതിനെ ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലി വിളിക്കുന്ന ഒരു പേരാണ് കൺജങ്ഷൻ എന്ന് പറയും. ഇത് രണ്ട് വാക്കുകൾ നമ്മൾ ചേരുന്നതിനെ കൺജങ്ഷൻ എന്ന് പറയും. സോ അപ്പോൾ മസ്റ്റ് ബി ഉണ്ടായിരിക്കുന്നത് രണ്ട് വാക്കുകൾ ചേർന്നാണ്, മസ്റ്റും ബിയും കൂടെ ചേർന്നാണ് മസ്റ്റ് ബി ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് അത് ഉണ്ടായിരുന്നത് വെച്ചാൽ, പുതിയൊരു രീതിയിലുള്ള ആശയം കൊടുക്കുവാനായിട്ടാണ് മസ്റ്റും ബിയും കൂടെ യോജിച്ചിരിക്കുന്നത്. സോ ആ ആശയങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറാം. ഒന്നാമത്തത് അസംഷൻ. അതായത് നമ്മൾ നമ്മൾ ഊഹിച്ച് ഗസ് ചെയ്ത് പറയുക എന്നതിനെയാണ് അസംഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ഗസ് ചെയ്ത് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് ബി സെൻറ്റൻസുകളിൽ ചേർക്കാറുണ്ട്. വെറുതെ ഊഹിക്കുമല്ല, നമ്മൾ ആ ഊഹിക്കുന്ന കാര്യം ഒരു 90% എങ്കിലും അത് ഷുവറായിരിക്കും, കറക്റ്റ് ആയിരിക്കും. സോ അങ്ങനെ ഊഹിച്ച് പറയുന്ന കാര്യങ്ങളിൽ അതായത് അങ്ങനെ ഊഹിച്ച് പറയുന്ന ആ സംസാരങ്ങൾ അല്ലെങ്കിൽ ആ സെൻറ്റൻസുകളിൽ മസ്റ്റ് ബി യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഹീ മസ്റ്റ് ബി ആൻ അമേരിക്കൻ. ഇത് ഞാനൊരു ടൂറിന് പോയി. ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വിദേശിയെ കണ്ടു. അദ്ദേഹം, ഞാൻ നോക്കിയപ്പോൾ അമേരിക്കയിലെ കളറുള്ള ടീഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നു, ഫ്ലാഗിൻ്റെ കളറുള്ള ടീഷർട്ട് ഇട്ടിരിക്കുന്നു, അതേപോലത്തെ ബാഗൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയോട് പറയുവാണ്, ഹീ മസ്റ്റ് ബി ആൻ അമേരിക്കൻ. അദ്ദേഹം ഒരു അമേരിക്കക്കാരനായിരിക്കണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ് ഹീ മസ്റ്റ് ബി ആൻ അമേരിക്കൻ. സോ അപ്പോൾ അവിടെ മസ്റ്റ് ബി യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്താണ്? അത് 90% കറക്റ്റാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഊഹിച്ച് പറയണം, അസംഷൻ ചെയ്യുക, ഞാൻ ഗസ് ചെയ്ത് പറയാനും കൂടിയിട്ടാണ് അവിടെ മസ്റ്റ് ബി ചേർത്തിരിക്കുന്നത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ആ ഒരു ശൈലി നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹീ മസ്റ്റ് ബി ആൻ അമേരിക്കൻ. അദ്ദേഹം ഒരു അമേരിക്കക്കാരൻ ആയിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ തന്നെ ഞാൻ സ്ലൈഡിൻ്റെ താഴെ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോർമുല എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതൊന്നും കേട്ട് ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മസ്റ്റ് ബി കഴിഞ്ഞിട്ട് നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വരും. നൗൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ ഒരു സ്ഥലത്തെയോ എന്തെങ്കിലും സാധനത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നൗൺ എന്ന് പറയുന്നത്. സോ അതേപോലെ അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ വിശേഷണമാണ്. അതായത് ബിഗ് ബോൾ എന്ന് വെച്ചാൽ ബോൾ എന്ന് പറയുന്നത് നൗണ്, ബിഗ് എന്ന് പറയുന്നത് വിശേഷണമെന്ന് പറയും, അതായത് അഡ്ജക്റ്റീവ് എന്ന് പറയും. സോ അതാണ് അഡ്ജക്റ്റീവ്. മസ്റ്റ് ബി കഴിഞ്ഞിട്ട് ആ നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിരിക്കും സെൻറ്റൻസുകളിൽ കാണുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്തിരുന്നാൽ മതി. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. അടുത്ത സെക്ഷൻ ഞാൻ പറയാം. സോ ഞാനിപ്പോൾ എടുക്കുന്ന എക്സാമ്പിൾ സെക്ഷൻ കഴിഞ്ഞിട്ട് മസ്റ്റ് ബിക്ക് ശേഷം നൗൺ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കും വരുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അത് നിങ്ങൾ മനസ്സിൽ പതിപ്പിച്ച് വെക്കല്ല്. നിങ്ങൾ പതിപ്പിച്ച് വെക്കേണ്ടത് എന്താണ്? മസ്റ്റ് ബിയുടെ ആ ആശയമാണ്. ഞാനിപ്പോൾ പറഞ്ഞ എന്താണ്? അസംഷൻ. അതായത് നമ്മൾ ഗസ് ചെയ്ത് പറയുവാനായിട്ട് മസ്റ്റ് ബി യൂസ് ചെയ്യും. വെറും ഗസ്സിങ് അല്ല, അത് പ്രോബബിലിറ്റി, അത് ഒരു 90% അത് കറക്റ്റ് ആയിരിക്കും. 100% അല്ല, നമ്മൾ ഊഹിച്ച് പറയുകയാണ്. ചിലപ്പോൾ അദ്ദേഹം അമേരിക്കക്കാരൻ്റെ ഷർട്ട് മേടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്, നമുക്കറിയത്തില്ല. 100% ശരിയല്ല, പക്ഷേ 90%ഓളം കറക്റ്റാണ് മസ്റ്റ് ബി വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ. സോ അത് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഫോർമുലയൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സെൻറ്റൻസുകൾ പഠിച്ചു പോകുമ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങളെന്ന് നിങ്ങൾക്കൊരു നമ്മുടെ മനസ്സിനൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാനത് എഴുതിയിരിക്കുന്നത്. സോ അങ്ങനെ കരുതുക. സോ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം.
ഹീ മസ്റ്റ് ബി ഇന്നസെൻറ്റ്. ഞാൻ ഇത് എൻ്റെ ഒരു സുഹൃത്തിനെ നോക്കി പറയുകയാണ്. അവൻ ഒരു നിഷ്കളങ്കനാണ്, എൻ്റെ മുഖമൊക്കെ കാണാൻ നിഷ്കളങ്കനാണ്, എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുന്നതാണ്, വേറെ സുഹൃത്തിനോട് പറയുന്നതാണ് ഹീ മസ്റ്റ് ബി ഇന്നസെൻറ്റ്. അവനൊരു നിഷ്കളങ്കനായിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. മസ്റ്റ് ബി ചേർത്തത് അവനെ കണ്ടാലേ അറിയാം നിഷ്കളങ്കനാണ്, സംസാരവും ശൈലിയെ കണ്ട. അപ്പോൾ ഞാൻ പറയുന്നത് ഹീ പറയുന്നൊരു സെൻറ്റൻസാണ് ഹീ മസ്റ്റ് ബി ഇന്നസെൻറ്റ്. അവനൊരു ഇന്നസെൻ്റായിരിക്കും. ഇന്നസെൻ്റ് എന്ന് വെച്ചാൽ നിഷ്കളങ്കനായിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. സോ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ സെൻറ്റൻസിലോട്ട് പോവാം. ഷീ മസ്റ്റ് ബി ബ്രൈഡ്. ഷീ മസ്റ്റ് ബി ദ ബ്രൈഡ്. ഇത് നമ്മൾ മാരേജിനൊക്കെ പോകുമ്പോൾ നമ്മൾ പറയത്തില്ല അതായിരിക്കും ചെറുക്കൻ അല്ലെങ്കിൽ അതായിരിക്കും മണവാട്ടി എന്ന് പറയത്തില്ല. ആ ഒരു സെൻറ്റൻസാണ് ഇത്. അതാണ് മണവാട്ടി, അത് മണവാട്ടി ആയിരിക്കും എന്ന് ഞാൻ ഊഹിച്ച് പറയുന്നൊരു ജസ്റ്റ് ഒരു സെൻറ്റൻസാണത്. ഷീ മസ്റ്റ് ബി ദ ബ്രൈഡ്. അവളായിരിക്കും മണവാട്ടി എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അവിടെ ആ വേഷവും ആ ഡ്രസ്സിങ് കണ്ട് ഞാനിങ്ങനെ ഊഹിച്ച് പറയുകയാണ് ഷീ മസ്റ്റ് ബി ദ ബ്രൈഡ്. അവളായിരിക്കും മണവാട്ടി എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. സോ ജസ്റ്റ് ആ മസ്റ്റ് ബി മനസ്സിലാകാൻ എടുത്തതേ ഉള്ളൂ. നോട്ട് 100% കറക്റ്റ്, 90%. സോ അതുകൊണ്ടാണ് മസ്റ്റ് ബി എഴുതുന്നത്. പക്ഷേ മസ്റ്റ് ബി സ്ട്രോങ് ആണ്. അത് എപ്പോഴും വിചാരിക്കുക. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്ട്രോങ് ആണ്. 90% എന്ന് വെച്ചാൽ ചെറിയ അളവല്ല. ഷുവർ 90% എന്ന് വെച്ചാൽ ടോപ്പിലാണ് നിൽക്കുന്നത്. സോ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. യു മസ്റ്റ് ബി മിസ്റ്റേക്ക്. നമ്മൾ പറയാറുള്ളതാണ് നിനക്ക് തെറ്റ് പറ്റിയതാകാം, നിനക്ക് തെറ്റ് പറ്റിയ അല്ലെങ്കിൽ നീ തെറ്റിദ്ധരിച്ചതാകാം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ് യു മസ്റ്റ് ബി മിസ്റ്റേക്ക്. നിനക്ക് തെറ്റ് പറ്റിയേക്കാം അല്ലെങ്കിൽ നിനക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ് യു മസ്റ്റ് ബി മിസ്റ്റേക്ക്. നിനക്ക് തെറ്റിയേക്കാം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ മസ്റ്റ് ബി ഞാൻ അവിടെ മസ്റ്റ് ചേർത്ത് പറഞ്ഞത് എനിക്ക് 90% കറക്റ്റാണ് അദ്ദേഹത്തിന് തെറ്റ് പറ്റിയെന്നുള്ളത്. അതുകൊണ്ടാണ് മസ്റ്റ് ചേർത്ത് ഞാൻ പറഞ്ഞത്. സോ അത് ഞാൻ ഊഹിച്ച് തന്നെയാണ് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. സോ അത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെൻറ്റൻസിലോട്ട് പോകാം. ഹീ മസ്റ്റ് ബി ടോംസ് ബ്രദർ. അവൻ ടോമിൻ്റെ ബ്രദർ ആയിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഇത് ഞാൻ പാർട്ടിക്ക് പോയപ്പം ടോമിൻ്റെ സഹോദരനെ പോലെ ഇരിക്കുന്ന ഒരാൾ അവിടെ വന്നു. ടോം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ്റെ കൂടെ ഇരിക്കുന്ന അതേ രൂപഭാവത്തിലുള്ള ഒരാൾ വന്നു. അവനിടുന്ന അതേ ടൈപ്പിലുള്ള ഷർട്ടും ഞാൻ നോക്കിയപ്പോൾ അവനിടുന്ന അതേ ഷൂ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഊഹിച്ച് എൻ്റെ വേറെ സുഹൃത്തിനോട് പറയുകയാണ് ഹീ മസ്റ്റ് ബി ടോംസ് ബ്രദർ. അവൻ ടോമിൻ്റെ ബ്രദർ ആയിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ മസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് എന്തിനാണ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് 90%ഓളം കറക്റ്റാണ്. മൊത്തത്തിൽ അദ്ദേഹത്തെ കണ്ട ടോമിൻ്റെ ബ്രദർ പോലെ ഇരിപ്പുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ മസ്റ്റ് ബി ഞാൻ ചേർത്തത്. അതേപോലെ നമ്മൾ സ്ഥിരം സംസാരിക്കാറുള്ളതാണ് ഹീ മസ്റ്റ് ബി ഹിസ് ബ്രദർ അല്ലോ, അത് അവൻ്റെ അളിയനായിരിക്കും എന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ പറയാറില്ല. ആ ഒരു സെൻറ്റൻസാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഊഹിച്ച് പറയുന്നതാണ് ഹീ മസ്റ്റ് ബി ഹിസ് ബ്രദർ അല്ലോ, അത് അവൻ്റെ അളിയനായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ ഞാൻ സന്ദർഭം പറയുന്നതിൽ നിങ്ങൾക്ക് അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്ന സന്ദർഭം പറയാത്ത നമുക്ക് തീർക്കണം. ആ വിത്തിൻ ടൈമിനത് നമുക്ക് തീർക്കണം. അതുകൊണ്ടാണ്. സോ അതേപോലെ ഹീ മസ്റ്റ് ബി ബിസി. അവൻ തിരക്കിലായിരിക്കും എന്ന് നമ്മൾ പറയുന്നൊരു സെൻറ്റൻസാണ്. അതായത് നമ്മുടെ ഓഫീസിൽ ഒരാൾ വന്നു എൻ്റെ ഒരു സുഹൃത്തിനെ അന്വേഷിക്കുകയാണ്. അപ്പം അവനെ കാണാൻ കിട്ടുന്നില്ല. അപ്പം ഞാൻ പറയുകയാണ് ഹീ മസ്റ്റ് ബി ബിസി. അവൻ ബിസി ആയിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഞാൻ മസ്റ്റ് ബി ചേർത്തിരിക്കുന്നതിനാണ് 90%ഓളം കറക്റ്റ് ആയതുകൊണ്ടാണ്. സോ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അപ്പം ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. നമ്മൾ അസംഷൻ ഊഹിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് ബി സെൻറ്റൻസുകൾ ചേർക്കാറുണ്ട്. അതാണ് ഫസ്റ്റ് സെക്ഷൻ. അതേപോലെ തന്നെ ഞാൻ ഇത്ര നേരം പറഞ്ഞ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. മസ്റ്റ് ബി കഴിഞ്ഞിട്ട് നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവാണ് ചേർത്തിരിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ മസ്റ്റ് ബി കഴിഞ്ഞിട്ട് വെർബ് വരാൻ പോവാണ്. ഡയറക്റ്റ് വെർബ് വരാൻ പോവാണ്. ഒരു ക്രിയ വരാൻ പോവാണ്. ഇതൊന്നും ജസ്റ്റ് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. ആ വെർബിൻ്റെ കൂടെ ഒരു ING ഫോമും കാണും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനത്തെ സെൻറ്റൻസ് നമുക്ക് നോക്കാം. യു മസ്റ്റ് ബി ജോക്കിംഗ്. നീ തമാശ പറയുകയായിരിക്കും. അല്ലേ എന്ന് പറയുന്നൊരു സെൻറ്റൻസ്. നീ തമാശ പറയുകയായിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അല്ലേ യു മസ്റ്റ് ബി കിഡിങ്. അത് തന്നെയാണ് തൊട്ട് താഴെ ഇരിക്കുന്നത്. യു മസ്റ്റ് ബി കിഡിങ്. സോ അവിടെ ജോക്കിങ്ങിൻ്റെയും കിഡിങ്ങിൻ്റെയും താഴെ ING ഫോം ഉണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അതായത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. സോ അതായത് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അതേപോലെ കറണ്ട് ടൈമിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ടൈമിൽ സംസാരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതായത് ING ഫോം വെർബുകളുടെ കൂടെ ING ഫോം നമ്മൾ ചേർത്ത്, അതായത് മസ്റ്റ് ബി കഴിഞ്ഞിട്ട് നമ്മൾ ING ഫോം ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഗ്രാമാറ്റിക് സെക്ഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് ആ സെൻറ്റൻസാണ്. യു മസ്റ്റ് ബി കിട്ടിങ് തമാശ പറയുകയായിരിക്കും. അസംഷൻ തന്നെയാണ് അതായത് അസംഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മുടെ സുഹൃത്ത് വന്ന് പറയുകയാണ് നമ്മളോട്. അപ്പോൾ നമ്മൾ പറയുന്നത് യു മസ്റ്റ് ബി കിട്ടിങ്. അതിന് എക്സ്ക്ലമേഷൻ വേണം. നമ്മളത് വിശ്വസിക്കത്തില്ല. കാര്യം യു മസ്റ്റ് ബി കിട്ടിങ് തമാശ പറയുമായിരിക്കും. 90% നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പറയുന്നത് യു മസ്റ്റ് ബി കിട്ടിങ് അല്ലെങ്കിൽ യു മസ്റ്റ് ബി ജോക്കിങ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണത്. സോ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ ഒരു ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഗ്രാമാറ്റിക് സ്ട്രക്ചറും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ജോക്കിങ്ങിൻ്റെയും കിഡിങ്ങിൻ്റെയും കൂടെ നമ്മൾ ING ഫോം നമ്മൾ ചേർത്തിട്ടുണ്ട്. സോ അപ്പോൾ ഈ ING ഫോം നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമല്ല, ഓൺ ഗോയിങ് സിറ്റുവേഷൻ മാത്രമല്ല, ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇതേ ഫോർമാറ്റ്. അതായത് മസ്റ്റ് ബി കഴിഞ്ഞിട്ട് വെർബിൻ്റെ കൂടെ ING ഫോം ചേർത്ത് നമ്മൾ ഫ്യൂച്ചർ ടെൻസിലും സംസാരിക്കാറുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക.
അറിഞ്ഞിരിക്കുക. സോ നിങ്ങൾ ആ സെൻറ്റൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. സോ ഗ്രാമർ സെഷൻ നമുക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. സോ പിടികിട്ടിയെന്ന് വിചാരിക്കും. നമുക്ക് അവിടെ സെൻറ്റൻസ് ഇട്ട് പോവാം. ഹീ ഡസ് നോട്ട് ആൻസർ ഹിസ് ഫോൺ, ഹീ മസ്റ്റ് ബി ഡ്രൈവിങ്. അതായത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹീ ഡസ് നോട്ട് ആൻസർ ഹിസ് ഫോൺ. അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയുകയാണ് ഹീ മസ്റ്റ് ബി ഡ്രൈവിങ്, അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഹീ മസ്റ്റ് ബി ഡ്രൈവിങ്, അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ മസ്റ്റ് ബി അവിടെ ഊഹിച്ച് പറയുക തന്നെയാണ്. പക്ഷേ നമ്മൾ ING ഫോമാണ് എടുക്കുന്നത്. ING ഫോം അവിടെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഓൺ ഗോയിങ് പ്രോസസ്സാണ്, കറണ്ട് പ്രോസസ്സാണ്, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെർബിൻ്റെ കൂടെ ING ഫോം നമ്മൾ ചേർത്തിരിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ആ ഒരു ഐഡിയ പിടികിട്ടിയാൽ മതി. സോ അത്രേ ഉള്ളൂ. സോ അപ്പോൾ ഹീ മസ്റ്റ് ബി ഡ്രൈവിങ്, അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ മസ്റ്റ് ബി നിങ്ങൾ മറന്നു പോലെ മസ്റ്റ് ബിയുടെ ആശയം ഇറ്റ്സ് 90% ഉള്ള ചാൻസാണ് അദ്ദേഹം വണ്ടി ഓടിക്കുക എന്നുള്ളത്. കാരണം മേ ബി ഞാൻ ചോദിക്കുന്നത് ഒരു 4 മണിക്കായിരിക്കും, ഓഫീസ് വിട്ട് കഴിഞ്ഞ് വരുന്ന 4 മണിക്കത്തെ ആ സമയത്തായിരിക്കും. സോ അന്നേരമായിരിക്കും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഷുവറായിട്ട് പറഞ്ഞത്, മസ്റ്റ് ചേർത്ത് പറഞ്ഞത്. ഹീ മസ്റ്റ് ബി ഡ്രൈവിംഗ് എന്ന് അദ്ദേഹം മസ്റ്റ് ചേർത്ത് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ 2 സെൻറ്റൻസ് കൂടെ നോക്കാം. ഹീ മസ്റ്റ് ബി ഈറ്റിംഗ്, അവന് ഫുഡ് കഴിക്കുകയായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അവൻ എന്ത് ചെയ്യുന്നത് നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഒരാൾ വന്ന് എൻ്റെ സുഹൃത്തിനെ അന്വേഷിച്ച് വന്നു, ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കറിയാം അദ്ദേഹം ഈ സമയത്ത് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ റീപ്ലൈ കൊടുക്കുന്നതാണ് അദ്ദേഹത്തോട് ഹീ മസ്റ്റ് ബി ഈറ്റിംഗ്, അദ്ദേഹം ഫുഡ് കഴിക്കുകയായിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ഹീ മസ്റ്റ് ബി ഈറ്റിംഗ്, അദ്ദേഹം കഴിക്കുകയായിരിക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അവിടെ മസ്റ്റ് വന്നത് 90%ഓളം എനിക്ക് ഷുവറാണ് അദ്ദേഹം ഈ സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ മസ്റ്റ് ചേർത്ത് അല്ലെങ്കിൽ മസ്റ്റ് ബി ചേർത്ത് ഞാൻ പറഞ്ഞത്. ഹീ മസ്റ്റ് ബി ഈറ്റിംഗ്, അദ്ദേഹം ഫുഡ് കഴിക്കുകയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഷീ മസ്റ്റ് ബി കുക്കിംഗ്, അവൾ കുക്ക് ചെയ്യുകയായിരിക്കും. നമ്മൾ വീട്ടിലൊക്കെ പറയാറുള്ളതാണ്. ഫാദർ മോളെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാറുള്ളതാണ് അവൾ കുക്ക് ചെയ്യുകയായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ്. ഷീ മസ്റ്റ് ബി കുക്കിംഗ്, കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഫാദർ വിളിച്ചത്. അതുകൊണ്ടാണ് മമ്മി അങ്ങനെ മറുപടി കൊടുത്തത്. ഷീ മസ്റ്റ് ചേർത്ത് റീപ്ലൈ കൊടുത്തത്. ഷീ മസ്റ്റ് ബി കുക്കിംഗ്, അവൾ കുക്ക് ചെയ്യുകയായിരിക്കും എന്നും പറഞ്ഞ് റീപ്ലൈ കൊടുത്തത്. സോ ഇതൊരു സെക്ഷൻ ING ഫോം വരുന്ന വെർബിൻ്റെ ഒരു സെക്ഷൻ. അതിൻ്റെ ആശയമെല്ലാം സെയിം ആണ്, നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഗസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിന് 90% പ്രോബബിലിറ്റിയും ചാൻസ് അത് നടക്കുവാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുമാണ്. പിന്നീട് വരുന്നൊരു സെക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ കാണും. അതായത് മസ്റ്റ് ബി കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുന്ന സെൻറ്റൻസ് കാണും. ഇതൊന്നും കേട്ട് ആരും പേടിക്കരുത്. ജസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളിലോട്ട് പോകാം. അതായത് മസ്റ്റ് ബി കഴിഞ്ഞിട്ട് വെർബുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഞാൻ അതിൻ്റെ സ്ലൈഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇക്വേഷനുമാണ് താഴെ എഴുതിയിരിക്കുന്നത്. സോ പേടിക്കരുത്. ജസ്റ്റ് നമ്മൾ നോക്കാം. അങ്ങനെയുള്ള സെൻറ്റൻസുകളെ പാസീവ് വോയിസുകളെന്നാണ് പറയുന്നത്. പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് വേറൊരു രീതിയിലുള്ള ഫോർമാറ്റിൽ ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. സോ നിങ്ങൾ ജസ്റ്റ് ആ സെൻറ്റൻസിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വന്നവരതൊന്നും കണ്ട് പേടിക്കരുത്. ജസ്റ്റ് ഇതിനി അങ്ങനെ സംസാരിക്കുമെന്ന് കണ്ട് പേടിക്കരുത്. ഇത് അറിവിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സോ അത് എന്താണെന്ന് ഈസി ആയിട്ട് നിങ്ങൾ കരുതുക. ഞാൻ എക്സാമ്പിൾ സെൻറ്റൻസിൻ്റെ ആശയം പറയുമ്പോൾ അത് ഈസി ആയിട്ട് നിങ്ങൾ കരുതുക. നമുക്ക് നോക്കാം. ആദ്യം മസ്റ്റ് വെച്ചൊരു സെൻറ്റൻസ് നോക്കാം. എൻ്റെ ബോസ് എന്നോട് പറയുന്നതാണ് യു മസ്റ്റ് ഫിനിഷ് ദിസ് ടുഡേ, നീ ഈ വർക്ക് ഫിനിഷ് ചെയ്യണമെന്ന് എൻ്റെ ബോസ് എന്നോട് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ദിസ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിനെ, കമ്പ്യൂട്ടറുള്ള ഒരു വർക്കിനെ ചൂണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. യു മസ്റ്റ് ഫിനിഷ് ദിസ് ടുഡേ, നീ ഇത് ഇന്ന് തീർക്കണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. സോ 1 മിനിറ്റ് മൈക്ക് സെറ്റ് വരുന്നുണ്ട്, അനൗൺസ്മെൻറ്റാണ്. സോറി, ഞാൻ റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. സോ അനൗൺസ്മെൻറ്റൊക്കെ നമ്മുടെ ഈ റോഡ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. സോ അപ്പം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത് വന്ന മൈക്കിൻ്റെ ആ സൗണ്ട് കാരണം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നിർത്തിയത്. സോറി. സോ നമുക്ക് നമ്മൾ പറഞ്ഞ ആ സെൻറ്റൻസിലൂടെ നമുക്ക് പോവാം. നമ്മളിവിടെ ആയിരുന്നു പറഞ്ഞ് നിർത്തിയത് യു മസ്റ്റ് ഫിനിഷ് ദിസ് ടുഡേ. അതായത് എൻ്റെ ബോസ് വന്ന് എന്നോട് പറയുന്ന ഒരു സെൻറ്റൻസാണിത്. യു മസ്റ്റ് ഫിനിഷ് ദിസ് ടുഡേ. അതായത് ഒരു വർക്ക്, എൻ്റെ സിസ്റ്റത്തിലൊരു വർക്ക് ചൂണ്ടിക്കാണിച്ച് ബോസ് എന്നോട് പറയുന്നതാണ് യു മസ്റ്റ് ഫിനിഷ് ദിസ് ടുഡേ, നീ ഈ വർക്ക് ഇന്ന് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അവിടെ ബോസ് മസ്റ്റ് വെച്ച് എന്നോട് പറയുവാൻ കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ആയതുകൊണ്ടാണ് ബോസ് എന്നോട് മസ്റ്റ് വെച്ച് എന്നോട് സംസാരിച്ചത്. അതായത് യു മസ്റ്റ് ഫിനിഷ് ദിസ് ടുഡേ, നീ ഇത് ഇന്ന് തീർക്കണമെന്ന് മസ്റ്റ് വെച്ച് ബോസ് സംസാരിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വർക്ക് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഈ സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ആക്റ്റീവ് വോയിസാണ്. ഞാൻ പാസീവ് വോയിസ് എന്താണെന്നല്ലേ പറയാൻ വന്നത്. സോ അപ്പോൾ ഇതൊരു ആക്റ്റീവ് വോയിസാണ്. ഇത് ആക്റ്റീവ് വോയിസ് എന്തുകൊണ്ടായെന്ന് വെച്ചാൽ ബോസ് ആരെ ചൂണ്ടിയാണ് പറഞ്ഞത്? എന്നെ ചൂണ്ടിയാണ്. അതായത് സബ്ജക്റ്റിനാണ് അവിടെ പ്രധാനം. യു മസ്റ്റ് ഫിനിഷ് ദിസ് ടുഡേ, നീ ഇന്ന് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കണം, ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സബ്ജക്റ്റിനാണ്, എനിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് വോയിസ് എന്ന് പറയുക.
സോ ഇനി പാസീവ് വോയിസിലോട്ട് വരാം. പാസീവ് വോയിസിലാണ് നമ്മൾ മസ്റ്റ് ബി നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കിക്കൊള്ളുക, അതൊരു സെക്ഷനാണ്. അങ്ങനെ പഠിക്കുക, അങ്ങനെ ചിന്തിക്കുക. മസ്റ്റ് ബിക്ക് ഒരുപാട് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു വന്നിട്ട് ഒരുപാട് ആശയങ്ങളാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ട് നമ്മൾ കാണണം, ഒരു ഓക്സിലറി വെർബായിട്ട് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ഒരു മോഡൽ ഓക്സിലറി വെർബായിട്ട് നിങ്ങൾ കാണണം. അത് മനസ്സിൽ വേണം. ഇങ്ങനെ പല രീതിയിൽ ആശയം പോകുന്നതുകൊണ്ട് സോ അങ്ങനെ ഒരു മനസ്സിൽ കരുതും. അല്ലെങ്കിൽ നമ്മൾ മസ്റ്റ് ബി നമ്മൾ ഒരിക്കലും പഠിക്കത്തില്ല. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി സെൻറ്റൻസുകളിൽ കണ്ടാലും കൺഫ്യൂസ് ആകാൻ. അപ്പോൾ ഞാൻ ഇതിനെ പാസീവ് വോയിസിലോട്ട് ആക്കാൻ പോവാണ്. നോക്കാം. ദിസ് മസ്റ്റ് ബി ഫിനിഷ് ടുഡേ. അതായത് പാസീവ് വോയിസിലോട്ട് ആക്കിയപ്പോൾ ഇങ്ങനെ ദിസ് മസ്റ്റ് ബി ഫിനിഷ് ടുഡേ. അതായത് എന്നിട്ട് ഞാൻ നോക്കണം, ഞാൻ ആ വർക്കിനെ നോക്കി പറയുക, അല്ലെങ്കിൽ എൻ്റെ ബോസ് എന്നെ നോക്കി പറയുകയല്ലാതെ, എന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുകയല്ലാതെ വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുകയാണ്. അതായത് വർക്കിനെ ഫോക്കസ് ചെയ്ത് പറയുകയാണ്. ദിസ് മസ്റ്റ് ബി ഫിനിഷ് ടുഡേ. ഇത് ഇന്ന് തീർക്കണം എന്ന് പറയുകയാണ്. ഇത് ഇന്ന് തീർക്കണം എന്ന് പറയുകയാണ്. സോ അതിൽ ബോസ് അല്ലെങ്കിൽ ഞാനും വേണേൽ പറയാം. ഞാനും എന്നോട് തന്നെ ആ സെൻറ്റൻസ് അങ്ങനെ ആശയത്തിലെടുക്കാം. സോ അപ്പം എൻ്റെ ബോസ് ആ വർക്കിനെ നോക്കി പറയുകയാണ്. ദിസ് മസ്റ്റ് ബി ഫിനിഷ് ടുഡേ. ഇത് ഇന്ന് തീർക്കണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. വർക്കിനെയാണ് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആ വർക്കിനെ, അതായത് ആ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒബ്ജക്റ്റാണ്, അതിനെ നോക്കിയാണ് സംസാരിക്കുന്നത്. സോ ഇങ്ങനെ സംസാരിക്കുന്നതിനെയാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് കർത്താവ്, ഞാനെന്നുള്ള ആ കാര്യം അവിടെ ഇല്ല. ആ സെൻറ്റൻസിൽ ഇല്ലാത്തതുകൊണ്ടല്ല, അതിനല്ല ആ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആ വർക്ക് നിങ്ങൾ സെൻറ്റൻസിൻ്റെ ആശയത്തിൽ ശ്രദ്ധിച്ചറിയാം. ആ വർക്കിനെ ചൂണ്ടിയാണ് പറയുന്നത് ദിസ് മസ്റ്റ് ബി ഫിനിഷ് ടുഡേ. ഇത് ഇന്ന് തീർക്കണമെന്ന് ആ വർക്കിനെ നോക്കിയാണ് പറയുന്നത്. അവിടെ സബ്ജക്റ്റിന് പ്രാധാന്യമില്ല. സോ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അതായത് ആക്ഷൻ വന്ന് ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ് വീഴുന്നത്. ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ്. ആക്ഷൻ വന്ന് ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ് വന്ന് വീഴുന്നത്. അങ്ങനെയുള്ള സെൻറ്റൻസിലാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അവിടെ സബ്ജക്റ്റിന് വലിയ പ്രാധാന്യമില്ല. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ സെൻറ്റൻസിൻ്റെ അവസാനം ബൈ മീന്ന് ജസ്റ്റ് എഴുതി നമുക്കൊരു ഗ്രാമർ ക്ലാസ് പഠിപ്പിക്കുന്നതിന് കൂടി നിങ്ങളെ പഠിപ്പിക്കാം. സോ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഗ്രാമർ ക്ലാസ് അല്ല പഠിക്കുന്നത്, നമ്മൾ ഗ്രാമർ എക്സാം എഴുതുകയല്ല, നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് പഠിക്കുന്നത്. സോ അത് മനസ്സിൽ വെച്ചിരിക്കുക. നമുക്ക് ആ ജസ്റ്റിൻ്റെ അവസാനം ബൈ മീന്ന് എഴുതി അതൊരു പാസീവ് വോയിസിലൊരു സെൻറ്റൻസ് ആവും ഫുള്ള്. അതിൻ്റെ ആവശ്യമില്ല. ഇത് ഇപ്പോഴും തന്നെ കംപ്ലീറ്റഡ് ആണ് സെൻറ്റൻസ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കംപ്ലീറ്റഡ് ആണ് സെൻറ്റൻസ്. നോ പ്രോബ്ലം, ഓർത്തിരിക്കുക. സോ അപ്പോൾ ഇതാണ് പാസീവ് വോയിസ്. സോ അതേപോലെ തന്നെ ആ വെർബ് കണ്ടോ, ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ വെർബ് കണ്ടോ, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. വെർബുകളുടെ മൂന്നാമത്തെ ഫോമാണ്. സോ അതും കൂടെ നോട്ട് ചെയ്യുക. ഫിനിഷ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഫിനിഷ്ഡാണ്. മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ജസ്റ്റ് അത് ഓർത്തിരിക്കുക. സോ അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മസ്റ്റ് ബിയുടെ കൂടെ വെർബ് മസ്റ്റ് ബി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായിട്ട് വരുന്നത് കാണാം. അതിന് പാസീവ് വോയിസ് ആണത്. അങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ പാസീവ് വോയിസ് ആണ്. സോ ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ പാസീവ് വോയിസ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നല്ലോ. സബ്ജക്റ്റിനല്ല അവിടെ പ്രാധാന്യം, അതിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ആക്ഷനാണ് അവിടെ പ്രാധാന്യം, അല്ലെങ്കിൽ ആ വെർബിനാണ് അവിടെ പ്രാധാന്യം. അതിൻ്റെ ഒരു ഗ്രാമാറ്റിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആക്ഷൻ വന്ന് ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ് അവിടെ വീഴുന്നത്. സോ ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ബിയിലോട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഇനി അത് ഇങ്ങനത്തെ സെൻറ്റൻസുകൾ കാണുമ്പോൾ അത് പാസീവ് വോയിസ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു അറിവിന് വേണ്ടി മാത്രം ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. സോ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ മസ്റ്റ് ബി സെൻറ്റൻസുകൾ കാണുമ്പോൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ദ റിപ്പോർട്ട് മസ്റ്റ് ബി സബ്മിറ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. ഇതൊരു ഓഫീസിലെ സന്ദേശമാണ്, ഒരു അനൗൺസ്മെൻറ്റാണ്. ദ റിപ്പോർട്ട് മസ്റ്റ് ബി സബ്മിറ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. ഈ ആഴ്ച അവസാനമാകുമ്പോഴത്തേക്കും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, സമർപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, മസ്റ്റ് ബി കഴിഞ്ഞിട്ട് സബ്മിറ്റഡിൻ്റെ മൂന്നാമത്തെ ഫോയ സബ്മിറ്റഡ് ആണ് ചേർത്തിരിക്കുന്നത്. സോ അതും ഒരു പാസീവ് വോയിസ് ആണ്. ഞാനവിടെ സബ്ജക്റ്റ് ഞാൻ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. വേണേൽ ഗ്രാമാറ്റിക്കലി അവസാനം ബൈ എംപ്ലോയീസ് നമുക്ക് എഴുതാം. അതായത് ഇങ്ങനെ വരും, ദ റിപ്പോർട്ട് മസ്റ്റ് ബി സബ്മിറ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക് ബൈ എംപ്ലോയീസ്. അതായത് ആരാ അവിടെ ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. അത് നമ്മൾ ഊഹിച്ചെടുത്തോണം. അതിനല്ല ഇമ്പോർട്ടൻറ്റ്. അത് ബൈ എംപ്ലോയീസ് ആണ്, അവിടുത്തെ ജോലിക്കാരാണ് അത് ചെയ്യേണ്ടത്. സോ അതിനല്ല അവിടെ ഇമ്പോർട്ടൻസ്, ചെയ്യുന്നവർക്കല്ല, ആ റിപ്പോർട്ടിനാണ്. ആ റിപ്പോർട്ട് ഈ ആഴ്ചയ്ക്കകത്ത് തന്നെ സമർപ്പിക്കണമെന്ന് പറയുന്ന ഒരു അനൗൺസ്മെൻറ്റാണ്. സോ എംപ്ലോയീസിനെ ഫോക്കസ് ചെയ്യാതെ റിപ്പോർട്ടിനെ ഫോക്കസ് ചെയ്താണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ ആക്ഷൻ വന്ന് റിപ്പോർട്ടിലാണ്, ഒബ്ജക്റ്റിലാണ് വന്ന് വീണിരിക്കുന്നത്. സോ ഇതിനെയാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. സോ അവിടെ അങ്ങനെ ഇതേപോലെ മസ്റ്റ് ബി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെർബുകളുടെ തേർഡ് ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പാസീവ് വോയിസ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ ഇങ്ങനെയൊക്കെയാണ് മസ്റ്റ് ബി നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ബേസിക്. പല രീതി ഞാൻ പറഞ്ഞല്ലോ, സന്ദർഭം അനുസരിച്ചാണ് ഇതിൻ്റെ ആശയങ്ങളൊക്കെ മാറുന്നത്. എല്ലാ സന്ദർഭവും എല്ലാ രീതിയിലുള്ള സെൻറ്റൻസുകളും നമ്മൾ എടുത്തിട്ടില്ല. സോ എന്നിരുന്നാലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും 3 സെക്ഷനായിരിക്കും നമ്മൾ മസ്റ്റ് ബി വെച്ച് വരുന്ന സെക്ഷനുകൾ. ജസ്റ്റ് ഓർത്തിരിക്കുക.